ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്ന CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറിന്റെ വനിതകൾക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിക്കാൻ പോവുകയാണ്. 2025 നമ്മൾ പ്രതീക്ഷിച്ചു, 2026 വരാൻ പോകുന്നു. കൂടുതൽ ഒരു 16 തസ്തികകളിലേക്കൂടെ PSC വിജ്ഞാപനം എന്നാണ് ഇന്നലത്തെ ന്യൂസ് ആണിത്. അപ്പൊ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. സിലബസ് നമ്മൾ 2022 നടന്ന എക്സാമിന്റെ സെയിം സിലബസ് വെച്ച് പഠിക്കാനേ മാർഗമുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിപ്പോ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ജോയിൻ ചെയ്തവര് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് പോയേ പറ്റൂ. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് താഴെ ഞാൻ ഫുൾ ഡീറ്റെയിൽസും നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം. അതിനകത്തേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പൊ ഇത് പ്രകാരമായിരിക്കും നമ്മൾ സിലബസ് ഓറിയന്റഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ടോപ്പിക്സ് ആണ് നമുക്ക് നിലവിൽ സിലബസിനകത്തുള്ളത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സോഷ്യോളജി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, അതുപോലെ ഹോം സയൻസ്. അതിൽ നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്നും 25 മാർക്ക് ആയിരിക്കും വരുന്നത്. ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് നോക്കിയതിനു ശേഷം നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. 999 രൂപ മാത്രമാണ് ഫീസ്. ഇതിനകത്ത് ഫുൾ ടോപ്പിക്സ് നമ്മൾ തീർത്തിട്ട് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എക്സാം വരെ ആയിരിക്കും ഇതിന്റെ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ ഇൻ കേസ് സിലബസ് മാറുവാണെങ്കിൽ നമ്മൾ സിലബസ് വേറെ എടുത്ത് ചെയ്യുന്നതും ആയിരിക്കും. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂട്ടത്തിൽ തന്നെ ഡയറി ഡെവലപ്മെന്റ് വകുപ്പിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2, വനിതാ ശിശു വികസന വകുപ്പിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, മോട്ടോർ വാഹന വകുപ്പില് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, പട്ടികജാതി പട്ടിക വികസന വകുപ്പില് ഓഫീസർ ഗ്രേഡ് 2, വികസന ഓഫീസർ ഗ്രേഡ് 2, ജല അതോറിറ്റിയിൽ മൈക്രോബയോളജിസ്റ്റ്, അതുപോലെ ആരോഗ്യ വകുപ്പിൽ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, അത് തസ്തിക മാറ്റമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ജലഗതാഗത വകുപ്പില് ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2. ഇത്രയുമാണ് ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈസിൽ വിളിക്കാൻ പോകുന്ന എക്സാം. അപ്പൊ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് തുടങ്ങിയിട്ടുള്ള, ഹോം സയൻസ് തുടങ്ങിയിട്ടുള്ള എനി ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇഗ്നോയിൽ നിന്നും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നത്, അതായത് ഇഗ്നോ PG ഡിഗ്രി ഉള്ളവർക്ക് പറ്റും. അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ, അതുകൊണ്ട് പറ്റും നിങ്ങൾക്ക്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ഇനിയും തുടർച്ചയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സും കുട്ടികളും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്കീമുകൾ അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.